പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വിഷയം വിജയിക്കാൻ ആവശ്യമായ 5 കാര്യങ്ങൾ എന്നുള്ളതാണ്. അതെ, അല്ലെങ്കിൽ വിജയികൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു പരിവർത്തനം വരുത്താൻ സാധിച്ചാൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. ഇനി അങ്ങനെ വിജയിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ റോൾ മോഡലായിട്ട് കാണുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ നിരീക്ഷിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കുമ്പോഴാണ് ഓരോ വ്യക്തികൾക്കും ഒരു മാറ്റം അല്ലെങ്കിൽ വിജയം ഉണ്ടാകുകയുള്ളൂ. അതിനായിട്ട് എന്താണ് ചെയ്യണമെന്നറിയാമോ? ആദ്യം തന്നെ നിങ്ങളുടെ ശീലങ്ങളിൽ ഈ രാവിലെ എഴുന്നേൽക്കുന്നതിൽ പലർക്കും ഇപ്പോൾ അലാറം വെച്ച് എണീക്കുന്ന ഒരു പരിപാടിയുണ്ട്. അലാം ഇപ്പം മൊബൈലിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. നേരത്തെ നല്ല ടൈം പീസൊക്കെ ആയിരുന്നു. 5 മണിക്ക് അല്ല 6 മണിക്ക്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെയാണ് അല്ലേ. രാത്രി ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷീണമുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഉണരാൻ സാധിക്കുമോ എന്ന് നമുക്കൊരു ഉത്കണ്ഠയുള്ളതുകൊണ്ടാണ് അലാം സെറ്റ് ചെയ്തത്. അതായത് നമ്മളെപ്പറ്റി നമുക്ക് വിശ്വാസമില്ല. എത്ര സമയത്ത് ഉണരും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയില്ല. അപ്പം നമ്മളെപ്പറ്റി ധാരണയില്ലാതെ വരുമ്പോഴാണല്ലോ സർവ്വ പരാജയങ്ങളും ഉണ്ടാകുന്നു. ധാരണ വരുത്താൻ, മനസ്സിനെ ബോധ്യപ്പെടുത്താൻ അലാറം ഇല്ലാതെ എഴുന്നേക്കാൻ ശീലിക്കുക. അപ്പൊ എന്ത് വേണം? ഉറങ്ങുന്നത് നേരത്തെ ഉറങ്ങാൻ പറ്റണം. കഴിവതും 6 അല്ലെങ്കിൽ 7 മണിക്കൂറിൽ കുറയാതെ സൗണ്ട് സ്ലീപ്പ്, കൃത്യമായ ഉറക്കം കിട്ടാനുള്ള ജീവിതചര്യയാണോ ഇല്ലയോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് തുടങ്ങാം. 9-10 മണിക്ക് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. അതിനുവേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പുലർച്ചെ ആദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് അലാം സെറ്റ് ചെയ്ത് കിടക്കാം. അത് കുറച്ച് ദിവസങ്ങൾ മുന്നേറുമ്പം ആ അലാമൊക്കെ ഓഫ് ചെയ്യുക. കാരണം നമ്മുടെ സർക്കാഡിയൻ റിതം അത് ഇവിടെ സെറ്റാകും. ഒരു ബ്രെയിൻ പാത്വേ സെറ്റാകും. പിന്നീട് അലാറത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അലാറം വെക്കാതെ രാവിലെ സെൽഫായിട്ട് ഉണരാനുള്ള ഒരു ശീലം ബോധപൂർവം ഇന്നോട്ട് നിങ്ങൾ തുടർന്ന് നോക്കി. അപ്പം മനസ്സിനെ പറ്റിയുള്ള കോൺഫിഡൻസ് നമുക്ക് കൂടും. നമ്മളെ കൃത്യസമയത്ത് ഉണർത്തിയിരിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും അത്യാവശ്യ യാത്ര പ്ലാൻ ചെയ്ത് ഇന്ന് വൈകിട്ട് ഉറങ്ങാൻ കിടക്കാന്ന് വിചാരിച്ചു. ഇന്ന് വൈകിട്ട് ഉറങ്ങാൻ കിടന്ന് അല്പം ലേറ്റായി പോയി, ക്ഷീണമുണ്ട്, ഇനി രാവിലെ ഉണർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് കിടന്നു. നിങ്ങൾ നോക്കിക്കോ, നാളെ നിങ്ങളുടെ അലാറം അടിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഉണർന്നിട്ടുണ്ടാവും. കാരണം എന്താ? മനസ്സിലേക്ക് ആ സന്ദേശം ശക്തമായ രീതി ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ബോധ മനസ്സ് ഉണർന്നുമ്പോഴും ഉപബോധ മനസ്സായ സർവശക്തൻ നമ്മളെ പറ്റി നല്ല കരുതലാണ് നമ്മളെ ഉണർത്തിയിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? ഒരു അദൃശ്യ ശക്തി പോലെ ഈ അദൃശ്യ ശക്തി നമ്മളിൽ ഉള്ളിലുണ്ട്. അതുകൊണ്ട് സെൽഫായിട്ട് അവയ്ക്കിങ്ങനെയുള്ള അലാം ഇല്ലാതെയുള്ള ഒരു ശീലം അത് വളർത്തിയെടുക്കാൻ പറ്റണം. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടെ അകത്തേക്ക് ആഹരിക്കുന്ന ചില കാര്യങ്ങളാണ്. ആഹരിക്കുന്നതിനകത്ത് രാവിലെ മനസ്സ് വളരെ ട്രാൻസ്പെറന്റ് ആണ്. കാലുഷ്യ ചിന്തകളൊന്നും കടന്നു വന്നിട്ടില്ല. ആദ്യം ചിന്തയിലേക്ക് കൊടുക്കേണ്ടത് സത്ചിന്തകൾ. ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന, സ്ഥിരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ തൊട്ട് നോക്കുക, എനിക്ക് ഉണരാൻ അവസരമുണ്ടായല്ലോ, ഞാൻ ജീവനോട് ഇരിപ്പുണ്ടല്ലോ, ഈ ലോകത്തേക്ക് വരാൻ അവസരം ലഭിച്ചതിന് നന്ദി പറയുക, ഒരു ശ്വാസം എടുത്ത് വിടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളെയും അറിവുകൾ പകർന്നുന്ന ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. അങ്ങനെ സത്ചിന്തയല്ലാതെ ഞാൻ വേറൊന്നും അകത്തേക്ക് വിടില്ല. ഒരു കാരണവശാലും മൊബൈൽ ഞാൻ തൊടില്ല. ഒരു ന്യൂസ് ഇപ്പം എനിക്ക് അറിയണ്ട. പ്രഭാതത്തിൽ 1 മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കി സത്ചിന്തകൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കുറെ കൊടുക്കാമല്ലോ. അതിനുശേഷം മറ്റൊന്നും അകത്തേക്ക് പദാർത്ഥങ്ങൾ കഴിക്കരുത്. നല്ലവണ്ണം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും സമയം റെസ്റ്റ് ആയിരുന്ന ശരീരത്തിന് ഒരു ഡീഹൈഡ്രേഷൻ കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തണുത്ത അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം, നമ്മുടെ ആരോഗ്യ ഇതനുസരിച്ച് വെള്ളം 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഓരോ സെൽസിലേക്കും വാട്ടർ ചെല്ലണം, മോളിക്കൂളിലോട്ട് ചെല്ലണം, തന്മാത്രകളിലേക്ക് ചെല്ലണം. കാരണം അത്രയും സമയം ദീർഘമായ റെസ്റ്റ് ആയിരുന്നു, ശരീരത്തിന് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഡൈജഷൻ സിസ്റ്റം പോലും ബാലൻസ്ഡ് ആകൂ. അപ്പൊ രാവിലെ വെള്ളം കുടിക്കാനുള്ള ശീലം ഉണർന്നു കഴിഞ്ഞാൽ അത് പതിവാക്കുക. 2. 3. നമുക്ക്
ഏതെങ്കിലും വിധത്തിലുള്ള വായന രാവിലെ ഉണ്ടാകുക എന്നുള്ള, ഏതെങ്കിലും വിധത്തിലുള്ള വായന, ഒരു 10-15 പേജെങ്കിലും. ഇനി ഞാൻ വായിക്കാൻ ബുദ്ധിമുട്ടിപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഓഡിയോയിലൂടെ നമുക്ക് ഓഡിയോ ബുക്സ് കേൾക്കാം. വിഷനിലോട്ട് അധികം പോകാതിരിക്കുക, കേട്ടുകൊണ്ട്. ഏറ്റവും ബെസ്റ്റ് ഏതെങ്കിലും ഒരു ഹാൻഡ് ബുക്ക് സ്ഥിരം ഉണ്ടായിരിക്കുക, നല്ല നല്ല ഇൻസ്പിറേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള. അതിലൂടെ 10-15 പേജ് വായിക്കുക, അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിലും ഒരു വീഡിയോ അഥവാ കാണുകയാണെങ്കിലും ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം കാണുമ്പോൾ തന്നെ മനസ്സിൽ കാണണം. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെതായ രീതിയിൽ എടുത്തെഴുതി വെക്കും. ഇന്ന് ഗ്രഹിച്ച കാര്യങ്ങളിൽ ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ, മനസ്സിന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത് ഒരു നോട്ട് ബുക്ക്, ഒരു ബുക്ക് സ്ഥിരം കീപ്പ് ചെയ്യുക, അതിൽ എഴുതി വെക്കുക. ഒരു പിടി മൊഴിമുത്തുകളെങ്കിലും ഒരു ദിവസം നമ്മൾ ശേഖരിച്ചിരിക്കണം. ഇതാണ് നാളത്തെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഇന്നർ ടോക്ക്, ഇന്നർ വോയിസ് നല്ലതാക്കി മാറ്റുന്നത്. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത് അല്ലേ, സദാസമയം നമ്മൾ പുറത്ത് സംസാരിച്ചിട്ട് അകത്തു നിന്നൊരു വോയിസ് വരുന്നുണ്ട്. അത് സംശുദ്ധമാകണമെങ്കിൽ, പവർഫുൾ ആയിട്ടുള്ളതായിരിക്കണമെങ്കിൽ ഡെയിലി നമ്മൾ ഇൻപുട്ട് കൊടുക്കണം, പുതിയ പുതിയ അറിവുകൾ. അതിന് വായിച്ചകത്ത് കയറ്റിയാൽ മാത്രമേ എഴുതിയും വെക്കുക. അപ്പൊ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്കം നല്ലതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇതൊരു ശീലമാക്കാൻ സാധിക്കണം. അപ്പം അടുത്ത 4-മത്തത് മോർണിംഗ് എക്സസൈസ് ആണ്, വ്യായാമം. ഏതെങ്കിലും ലഘുവായ വ്യായാമ വ്യവസ്ഥ സ്ഥിരമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിനാകണം ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇടതടവില്ലാതെ പോകണമെങ്കിൽ രാവിലെ കൃത്യമായ വ്യായാമം. ഏത് മഹാന്മാരെ നോക്കിക്കോളൂ, ഉന്നതിയിൽ എത്തിയിട്ടുള്ളവർക്കെല്ലാം ഈ ശീലങ്ങളുണ്ടാവും. അപ്പം ശാരീരികമായ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഏതെങ്കിലും വ്യായാമ വ്യവസ്ഥ അത് ശീലമാക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഉറങ്ങുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തെ ചില പ്ലാനിങ്ങുകൾ മനസ്സിൽ കാണും. അടുത്ത ദിവസത്തേക്ക് ഉള്ള ടു ഡു ലിസ്റ്റ് ഇന്നും വൈകിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. അതിൽ കൃത്യമായിട്ട് 3 എണ്ണമെങ്കിലും ഞാൻ നാളെ ചെയ്തിരിക്കും. നാളെ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് വൈകിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു 3 കാര്യമെങ്കിലും നാളത്തെ ദിവസം എന്നിൽ നിന്ന് ആക്ഷൻ സൈഡിൽ ചെയ്ത് സക്സസ് ആക്കിയിരിക്കും. ഇത് കൃത്യമായ രീതി. ഇനിയിപ്പം ഈ ജോലിയുള്ളവരോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് നയിക്കുന്നവരോ വെറുതെ ഇരിക്കുന്നവർ ചെയ്യേണ്ടതാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്കൊരു മുരടിപ്പുണ്ടാകും. പലരുടെ ഒരു പ്രശ്നമാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, അല്ല ഒരു റിട്ടയർമെന്റ് ലൈഫ് നയിക്കുന്നവര്, ഇനി നിരവധി ആൾക്കാരുണ്ടെങ്കിലും ഏകാന്തമായിട്ട് ജീവിക്കുന്നവരുണ്ട് അവരവരുടെ ലോകത്തിൽ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല ട്രാൻസ്ഫർമേഷൻ വരണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നാളത്തേക്ക് ചെയ്യാനുണ്ടാവുന്നേ അത് ചെയ്തിരിക്കുമെന്ന് തലേദിവസം വൈകിട്ട് തന്നെ പ്ലാൻ ചെയ്ത് കിടക്കുക. ആ ടു ഡു ലിസ്റ്റ് നാളുകളിൽ കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ ശീലങ്ങൾ തുടരുന്ന ഏത് വ്യക്തികൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റമായിരിക്കും ഭാവിയിൽ ഉണ്ടാകുക. പക്ഷെ ഇത് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ചില ബുദ്ധിമുട്ട് പോലെ തോന്നും, കാരണം നമുക്ക് മുമ്പ് പരിചയമില്ലാത്തതാണല്ലോ ഇതൊക്കെ. ഇന്നു മുതൽ ഞാനത് ചെയ്യും എന്നുള്ള ഇച്ഛാശക്തിയിൽ കൊണ്ടുവരാം. ഇച്ഛാശക്തി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് നോളജ് കിട്ടും. ആ റൈറ്റ് നോളജാണ് നമ്മൾ ഇതിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിലൂടെ എല്ലാം പലപ്പോഴും തരുന്നത് അങ്ങനെയാണ്. ഇച്ഛാശക്തി കൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കുന്നത്, കേൾക്കുന്നത്. റൈറ്റ് നോളജ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ ചെയ്യണം. ഈസ് ഈക്വൽ ടു സക്സസ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സമം വിജയം എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യം ആ വ്യക്തിയിലൊരു ഇച്ഛ വേണം. പലർക്ക് ആഗ്രഹമുണ്ട്, ഇത് എങ്ങനെ നേടണമെന്നുള്ള വഴി അറിയില്ല. ആ വഴിയാണ് നമ്മൾ ഈ പറയുന്ന ചാനലുകളിലൂടെ അല്ലാതെ എന്നെ തേടി വരുന്നവരെല്ലാം കറക്റ്റ് മെത്തേഡ് കൊടുക്കും. അത് കിട്ടിയാൽ പിന്നെന്ത് വേണം, അത് ചെയ്യണം. ആക്ഷനാണ്. അത് ആരുടെ ഭാഗത്താണ്? അത് നിങ്ങളുടെ ഭാഗത്താണ്. ഇപ്പം ചിലപ്പോൾ ഏത് അസുഖത്തിനും ഏത് പ്രശ്നത്തിനും ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടർ നല്ലതാണ്, മരുന്ന് നല്ലതാണ്, പക്ഷെ നമ്മൾ കഴിച്ചാലേ പോവും. ഇതൊക്കെ അറിയാമെങ്കിലും ആക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ലഘുവായി നമുക്ക് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വമ്പൻ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.